മലയാളത്തിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ഹൈപ്പേറിയ സിനിമകളിൽ മുൻപന്തിയിൽ തന്നെയാണ് ഒടിയന്റെ സ്ഥാനം. അനൗൺസ്മെന്റ് മുതൽ സൃഷ്ടിച്ച ഹൈപ്പ് റിലീസ് ദിവസം വരെ കാത്തുസൂക്ഷിക്കുന്നതിൽ അണിയറ പ്രവർത്തകർ വിജയിച്ചു. എന്നാൽ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ ചിത്രത്തിന് സാധിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഒടിയൻ ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്തു. കേരളത്തിലെ ഫോക്ലോറിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു കഥയെ സിനിമയാക്കിയപ്പോൾ പ്രേക്ഷകർ ഉദ്ദേശിച്ച ഒന്നും ലഭിക്കാതെ പോയി. ഇപ്പോഴിതാ ഒടിയൻ എന്ന കൺസെപ്റ്റ് ഒരിക്കൽ കൂടി വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ്. ഹൊറർ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ രാഹുൽ സദാശിവന്റെ പുതിയ ചിത്രം അനൗൺസ് ചെയ്തു. ഒടിയൻ എന്ന് തന്നെയാണ് ഈ പ്രൊജക്ടിന്റെയും പേര്. ഒരൊറ്റ അനൗൺസ്മെന്റിലൂടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഒടിയൻ മയമാണ്. അന്യഗ്രഹ ജീവിയെ മുതൽ ചാത്തനെ വരെ വ്യത്യസ്തമായി അവതരിപ്പിച്ച രാഹുൽ സദാശിവൻ ഒടിയനിലും ഞെട്ടിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നത്. മോഹൻലാലിന്റെ ഒടിയനിൽ നിന്നും ഈ ചിത്രം എത്രമാത്രം വ്യത്യസ്തമാകുമെന്ന കാര്യത്തിലും ചർച്ചകളുണ്ട്. ചിത്രത്തിന്റെ പോസ്റ്ററും പലരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. വൃത്തത്തിനുള്ളിൽ ഒടിയന്റെ കൊമ്പുള്ള ഒരു അസ്ഥികൂടവും അയാളുടെ കയ്യിൽ മറച്ചു പിടിച്ചിരിക്കുന്ന വസ്തുവും കാണാനാകും. കഥകളനുസരിച്ച് ഒടിയന്മാർ രൂപം മാറാൻ ഗർഭിണികളായ സ്ത്രീകളെ വശീകരിച്ച് അവരിൽ നിന്ന് പിള്ളത്തൈലവും ഗർഭപിണ്ഡവും എടുക്കുമെന്നാണ് പറയാറുള്ളത്. ശ്രീകുമാർ മേനോൻ ഒരിക്കലും ഒടിയനിൽ ഇത്തരമൊരു കാര്യം കാണിക്കുന്നില്ല. രൂപം മാറുന്ന മൃഗത്തിന്റെ കൊമ്പ് ഉപയോഗിച്ചാണ് രൂപമാറ്റം നടത്തുന്നതായി കാണിക്കുന്നത്. വയലൻസിന്റെ അളവ് കുറയ്ക്കാനാണ് ഈ ഒരു കാര്യം നടത്തിയത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ കഥയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന രാഹുൽ സദാശിവൻ തന്റെ ഒടിയനെ മാക്സിമം വയലൻസിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് കരുതുന്നത്. പൃഥ്വിരാജിനൊപ്പം മഞ്ജു വാര്യറും ഒടിയനിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. വിപിൻ ദാസിനൊപ്പമുള്ള സന്തോഷ് ട്രോഫി ഒഴിവാക്കിയിട്ടാണ് പൃഥ്വി ഒടിയൻ തിരഞ്ഞെടുത്തത്. മോളിവുഡ് വമ്പന്മാരായ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ മോളിവുഡ് എൻട്രി കൂടിയാണ് ഒടിയൻ. ഈ വർഷം ഒക്ടോബറിൽ ഷൂട്ട് ആരംഭിക്കുമെന്നാണ് കരുതുന്നത്.